പ്രവാസ ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ബ്രിക്സ് രാജ്യങ്ങൾക്ക് മേൽ താരിഫ് ചുമത്താനുള്ള US നീക്കം അർദ്ധചാലക വിതരണത്തെ ബാധിക്കുമെന്ന് മലേഷ്യ. US ഡോളറിന് പകരം വിനിമയത്തിന് മറ്റ് കറൻസികളെ ആശ്രയിച്ചാൽ താരിഫ് ചുമത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. US ഡോളറിന് പകരമായി പുതിയ കറൻസി സൃഷ്ടിക്കുകയോ മറ്റൊരു കറൻസിയെ പിന്തുണയ്ക്കുകയോ ചെയ്താൽ ബ്രിക്സ് അംഗങ്ങൾക്ക് 100% താരിഫ് നേരിടേണ്ടി വരുമെന്ന് നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിന് പിന്നാലെയാണ് മലേഷ്യയുടെ ഈ പ്രതികരണം. മലേഷ്യ ഈ സംഭവവികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് വാണിജ്യമന്ത്രി തെങ്കു സഫ്രുൾ അസീസ് പറഞ്ഞു. മലേഷ്യയുടെ മൂന്നാമത്തെ വലിയ വ്യാപാര പങ്കാളി US ആണെന്നും അർദ്ധചാലക മേഖലയിലെ പ്രധാന നിക്ഷേപകർ US സ്ഥാപനങ്ങളാണെന്നും ടെങ്കു സഫ്രുൾ അഭിപ്രായപ്പെട്ടു. ആഗോള ചിപ്പ് ടെസ്റ്റിംഗിന്റെയും പാക്കേജിംഗിന്റെയും 13% സംഭാവന ചെയ്യുന്ന ഒരു പ്രധാന കേന്ദ്രമാണ് മലേഷ്യ. US ഡോളർ പോലുള്ള പരമ്പരാഗത വ്യാപാര കറൻസികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനെക്കുറിച്ച് ബ്രിക്സ് രാജ്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും ഡോളറൈസേഷൻ ശ്രമങ്ങളെക്കുറിച്ച് ഔദ്യോഗിക തീരുമാനമൊന്നും എടുത്തിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുവൈറ്റിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് അപ്പോയിന്റ്മെന്റുകൾ ഇനി സഹൽ ആപ്പ് വഴി. ട്രാഫിക് സംവിധാനം ഡിജിറ്റലൈസ് ചെയ്യുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് തീരുമാനം. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വഴിയുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് അപ്പോയിന്റ്മെന്റ് ബുക്കിംഗ് താൽക്കാലികമായി നിർത്തിയതായി ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. ഏകീകൃത ഗവൺമെന്റ് ഇലക്ട്രോണിക് സേവന ആപ്ലിക്കേഷനായ സഹൽ ആപ്പ് വഴിയാണ് ഇനി ബുക്കിംഗ് നടത്താനാവുക. പ്രവാസികൾക്കും സ്വദേശികൾക്കും ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള സമയവും പരിശ്രമവും കുറയ്ക്കാൻ ഇത് ലക്ഷ്യമിടുന്നു. ട്രാഫിക് സേവനങ്ങൾ ഇനി കൂടുതൽ കാര്യക്ഷമമാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അബുദാബിയിൽ ബിസിനസ് ആരംഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലളിതമാക്കുന്നു. വൻതോതിൽ വിദേശ നിക്ഷേപം ആകർഷിക്കുകയാണ് ലക്ഷ്യം. എമിറേറ്റിൽ ബിസിനസ് ആരംഭിക്കുന്നതിനുള്ള നടപടികൾ ലളിതമാക്കുന്നതിന് പുതിയ അതോറിറ്റി സ്ഥാപിച്ചു. അബുദാബി കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷൈഖ് ഖാലിദ് ബിൻ മുഹമ്മദാണ് അബുദാബി രജിസ്ട്രേഷൻ അതോറിറ്റിക്ക് തുടക്കം കുറിച്ചത്. അബുദാബി സാമ്പത്തിക വികസന വകുപ്പിന്റെ ഭാഗമായാണ് ഇത് പ്രവർത്തിപ്പിക്കുക. എമിറേറ്റിലുടനീളമുള്ള ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ പിന്തുണയ്ക്കാനാണ് പുതിയ നയത്തിലൂടെ ലക്ഷ്യമിടുന്നത്. പ്രാദേശിക അന്താരാഷ്ട്ര വിപണികളുമായി ബിസിനസ് ബന്ധിപ്പിച്ചുകൊണ്ട് എമിറേറ്റിന്റെ ബിസിനസ് അന്തരീക്ഷം ദൃഢമാക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുവൈറ്റ് എയർവേസ് സർവീസ് വ്യാപിപ്പിക്കുന്നു. പ്രമുഖ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് പുതിയ സർവീസുകൾ ആരംഭിക്കും. കുവൈറ്റ് എയർവേസ് പ്രധാന സ്ഥലങ്ങളിലേക്ക് സർവീസ് വ്യാപിപ്പിക്കുകയാണ്. മിഡിൽ ഈസ്റ്റ് അടക്കമുള്ള ജനപ്രിയ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് വർഷം മുഴുവനും യാത്രക്കാരുണ്ടെന്ന് കുവൈറ്റ് എയർവേസ് കോർപ്പറേഷന്റെ ഡയറക്ടർ ബോർഡ് ചെയർമാൻ അബ്ദുൾ അൽഫാഖാൻ പറഞ്ഞു. ലണ്ടൻ, പാരീസ്, റോം, മിലാൻ, ജനീവ എന്നീ നഗരങ്ങളിലേക്കും യാത്ര ചെയ്യുന്നവർ ധാരാളമുണ്ട്. അതിനാൽ തന്നെ ഇവിടേക്കും സർവീസ് വ്യാപിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ബാഴ്സലോണയിലേക്കുള്ള വിമാന സർവീസുകൾ വർദ്ധിപ്പിക്കുന്നതിനും നീക്കം നടത്തുന്നുണ്ട്. ബെയ്റൂത്തിലേക്കുള്ള രാഷ്ട്രീയ സുരക്ഷാ സാഹചര്യങ്ങൾ വിലയിരുത്തി വരികയാണ്. ഗവൺമെന്റ് അംഗീകരിച്ചാൽ ബെയ്റൂത്തിലേക്കുള്ള സർവീസുകൾ ഉടൻ പുനഃസ്ഥാപിക്കുമെന്നും ചെയർമാൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സൗദി അറേബ്യയിൽ നിയമലംഘകർക്കെതിരെ കർശന പരിശോധന തുടരുന്നു. ഒരാഴ്ചക്കിടെ നാടുകടത്തിയത് 10,537 പ്രവാസികൾ. സൗദി അറേബ്യയിൽ തൊഴിൽ, താമസ, അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിക്കുന്നവരെ കണ്ടെത്താനുള്ള പരിശോധനകൾ കർശനമായി തുടരുന്നു. നവംബർ 21 മുതൽ 27 വരെയുള്ള ഒരാഴ്ചക്കിടെ നിയമലംഘകരായ 10,537 പേരെ നാടുകടത്തി. 19,024 പേരെ കൂടി പിടികൂടി. സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് നിയമലംഘകർ പിടിയിലായത്. സുരക്ഷാ സേനയുടെ വിവിധ യൂണിറ്റുകളും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ടും നടത്തിയ സംയുക്ത ഫീൽഡ് പരിശോധനയിലാണ് ഇവരെ പിടികൂടിയത്. രാജ്യത്തേക്ക് അനധികൃതമായി അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതിനിടെ 1,212 പേർ അറസ്റ്റിലായി. ഇതിൽ 73% എത്യോപ്യൻ പൗരന്മാരാണ്. അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ച് ആർക്കെങ്കിലും രാജ്യത്തേക്ക് പ്രവേശിക്കാൻ സൗകര്യമൊരുക്കുകയോ യാത്രാ സൗകര്യമോ അഭയമോ ഏതെങ്കിലും വിധത്തിൽ സഹായമോ സേവനമോ നൽകുകയോ ചെയ്താൽ 15 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.